Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss the topics Venturi meter, orifice meter, and comparison between Venturi meter and orifice meter. First topic, Venturi meter. Venturi meter is a device used for measuring the rate of flow of a fluid flowing through a pipe. It is based on Bernoulli's theorem. വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്ലോ മെഷറിംഗ് ഡിവൈസാണ്. ഒരു പൈപ്പിലൂടെ ഉള്ള ഫ്ലൂയിഡിൻ്റെ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ് പെർ സെക്കൻഡ്, അതാണ് ഡിസ്ചാർജ്. അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബെർണോളിസ് തിയറമാണ്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഓക്കെ, ഇതാണ് പൈപ്പിൻ്റെ സ്റ്റാർട്ടിങ്. അതിൻ്റെ ഇടയിൽ ആ വെഞ്ചുറി മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ പൈപ്പിൻ്റെ ബാക്കി സെക്ഷൻ. ഇനി ഈ ഒരു പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഈ വെഞ്ചുറി മീറ്റർ, ഇത്ര കാണിച്ചിരിക്കുന്നതാണ് വെഞ്ചുറി മീറ്റർ. ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. ആ വെഞ്ചുറി മീറ്റർ ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓൺ വിച്ച് എ വെഞ്ചുറി മീറ്റർ വർക്ക്സ് ഈസ് ദാറ്റ് a pressure difference is created by reducing the cross-sectional area of the flow passage, and the measurement of pressure difference enables the determination of discharge through the pipe. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇതാണ് അതിൻ്റെ അപ്സ്ട്രീം, ഇതാണ് ഡൗൺ സ്ട്രീം അല്ലെങ്കിൽ ഇൻലെറ്റ്. വെഞ്ചുറി മീറ്ററിൻ്റെ ഇൻലെറ്റ് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു കൺവേർജിങ് സെക്ഷനാണ്, ഫസ്റ്റ് പാർട്ട്. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം ഡയമീറ്ററുള്ള പാർട്ടുണ്ട്, അത് ത്രോട്ടാണ്. പിന്നെ ഡൈവേർജിങ് പാർട്ട്. ഇത് മൂന്നുമാണ് വെഞ്ചുറി മീറ്ററിൻ്റെ ബേസിക് പാർട്സ്. ബെർണോളിസ് തിയറം ആൻഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ വേണ്ടി വരും? ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്ന സമയത്ത് ഒരു പ്രഷർ വേരിയേഷൻ അവിടെ എന്തായാലും വരും. കാരണം കൺവേർജിങ് പോർഷനിൽ ഏരിയ കുറയുന്നു. ഏരിയ കുറയുന്ന സമയത്ത് വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുന്ന സമയത്ത് പ്രഷറിന് എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ആൻസർ ബെർണോളിസ് തിയറം തരുന്നുണ്ട്. ഇപ്പം ഹൊറിസോണ്ടലായിട്ടാണുള്ളത്. ആ സമയത്ത് ആ ഡാറ്റം ഹെഡിൻ്റെ ഡിഫറൻസ് അത് ഒഴിവാക്കിയിട്ട് ഇക്വേഷൻ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും പ്രഷർ വെലോസിറ്റി കൂടുന്ന സമയത്ത് പ്രഷർ കുറയും. കാരണം ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് എന്നാണ് ബെർണോളിസ് തിയറം പറയുന്നത് ഫോർ എ ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഐഡിയൽ കേസാണ് പറയുന്നത്. അതായത് വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് കൂടുന്ന സമയത്ത് പ്രഷർ ഹെഡ് കുറയണം, എന്നാൽ മാത്രമേ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആവുന്നില്ല. ഇവിടുന്ന് ആ ഇൻലെറ്റിൽ നിന്ന് ത്രോട്ടിലോട്ട് വരുന്ന സമയത്ത് ഏരിയ കുറയുന്നത് കൊണ്ട് വെലോസിറ്റി കൂടി. വെലോസിറ്റി കൂടുന്ന സമയത്ത് പ്രഷർ കുറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തു. ആ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്താൽ എനിക്ക് ഈ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് അത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇക്വേഷൻ നമ്മളിപ്പം ഇവിടെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അതിനുശേഷം ആ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്താൽ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താണ്? ബെർണോളിസ് തിയറം തന്നെയാണ്. പിന്നെ വെഞ്ചുറി മീറ്ററിൻ്റെ ഓരോ പാർട്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കൺവേർജിങ് പാർട്ട്, എ ഷോർട്ട് കൺവേർജിങ് പാർട്ട്. The converging takes place at an angle of 21 plus or minus 1 degree. The velocity of fluid increases as it passes through converging section and there will be corresponding fall in pressure. ആ പോയിൻ്റ് സെക്കൻഡ് പോയിൻ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് കൺവേർജിങ് പാർട്ട് എന്ന് പറയുന്നത്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഏരിയ കുറഞ്ഞു. ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടി. വെലോസിറ്റി കൂടുന്ന സമയത്ത് കറസ്പോണ്ടിങ് റിഡക്ഷൻ ഇൻ പ്രഷർ ഉണ്ടാവും. എന്നാൽ മാത്രമേ ടോട്ടൽ ഹെഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ബെർണോളിസ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിയാൽ മനസ്സിലാവും. ബെർണോളിസ് ഇക്വേഷൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി അതിൻ്റെ കൺവേർജിങ് ആംഗിൾ, ആ കോണിൻ്റെ ആംഗിൾ എത്ര വരുന്നത്? 21 പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് കൺവേർജിങ് സെക്ഷൻ ആയിരിക്കും. നമുക്കിവിടെ ഡൈവേർജിങ് സെക്ഷൻ ഉണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം ലെങ്തിയായ പോർഷനാണ് ഡൈവേർജിങ്. പക്ഷേ കൺവേർജിങ് എന്ന് പറയുന്നത് ചെറിയ പോർഷനാണ്. എന്തുകൊണ്ടാണ് ഈ ഡൈവേർജിങ് ലെങ്തി ആക്കിയത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഷോർട്ട് കൺവേർജിങ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ത്രോട്ട്. ഈ ഒരു ചെറിയ നാരോ
ഈ ഒരു പാർട്ടാണ് ത്രോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഡയമീറ്റർ വേരിയേഷൻ ഒന്നുമില്ല, കോൺസ്റ്റൻറ്റ് ഡയമീറ്ററിലെ ചെറിയൊരു സെക്ഷൻ, അതാണ് ത്രോട്ട് എന്ന് പറയുന്നത്. Throat is the cylindrical section of minimum area. At this section, velocity is maximum and pressure is minimum. The throat diameter is usually between 1/2 to 1/4 of the inlet diameter. ഇൻലെറ്റ് ഡയമീറ്ററിൻ്റെ ഹാഫ് അല്ലെങ്കിൽ 1/4 ആ റേഞ്ചിലായിരിക്കും ത്രോട്ടിൻ്റെ ഡയമീറ്റർ നോർമലി ഉണ്ടാവുക. ഇന്ന് ഫിക്സഡ് വാല്യൂ അതിന് വേണമെന്നില്ല, അത് ചേഞ്ച് ചെയ്യും. വെഞ്ചുറിയോമീറ്ററിന് ഒന്നൊന്ന് അടുത്തിലോട്ട് മാറുന്ന സമയത്ത് മാറും, പക്ഷേ ഈ റേഞ്ചിലാണ് അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. ലെങ്ത് ഓഫ് ദ ത്രോട്ട് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഡയമീറ്റർ. ഇതിൻ്റെ ലെങ്ത്തും എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ത്രോട്ടിൻ്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. ഇവിടെയാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. കൺവേർജ് ചെയ്യുന്ന സമയത്ത് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, ത്രോട്ടിൽ മാക്സിമം വെലോസിറ്റി ആയിരിക്കും. അടുത്തത് ഡൈവേർജിങ് പാർട്ട്. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ഡൈവേർജിങ് കോൺ ഈസ് 5 to 7 degree. Therefore, diverging part of venturometer will have more length than converging part. This is done to avoid flow separation and a consequent energy loss. ഇതിൻ്റെ ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്ന ആ ഡൈവേർജിങ് കോണിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. മറ്റെടുക്കുക കൺവേർജിങ് കോണിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് അറൗണ്ട് 20 ഡിഗ്രി ആയിരുന്നു. ഇവിടെ ചെറിയ ആംഗിൾ കൊടുത്തുകൊണ്ട് നോർമലി എന്തായിരിക്കണം? അതിൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കണം. കാരണം നമ്മളിപ്പം ഇൻ ബിറ്റ്വീൻ പൈപ്സ് ആണ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒരു ഫുൾ പൈപ്പ് പോകുന്നുണ്ടാവും, അതിലൊരു സെക്ഷൻ രണ്ട് സെക്ഷൻ കട്ട് ചെയ്തിട്ട് അവിടെയാണ് വെഞ്ചുറിയോമീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മീൻസ് ആ ത്രോട്ടിൽ നിന്ന് ആദ്യം ആ ഡൈവേർജ് ചെയ്ത പൈപ്പിൻ്റെ ഡയമീറ്ററിലോട്ട് അത് പോകണം. ആ സമയത്ത് ആ ഡൈവേർജിങ് പോർഷൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ടാണ് നല്ലത്. അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഫ്ലോ സെപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കോൺസിക്വൻറ്റ് എനർജി ലോസസ് ഉണ്ടാകും. അതെന്ന് പറയുന്നത് ഇത് ഞാൻ പെട്ടെന്ന് ഇതിപ്പം ആക്ച്വലി നല്ല സാമാന്യം ലെങ്ത്ത് ഉണ്ട്, അതിന് പകരം ഞാൻ ഇവിടെ ആംഗിൾ കൂട്ടിക്കൊടുത്ത് പെട്ടെന്ന് ആ പൈപ്പിൻ്റെ ഡയമീറ്ററിലേക്ക് എത്തിക്കുന്നു. അതായത് ഏകദേശം ഇങ്ങനെ നേരെ ഡയമീറ്ററിലേക്ക് എത്തിക്കുന്നു. ആ സമയത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫ്ലോ സെപ്പറേഷൻ സംഭവിക്കും. എന്ന് വെച്ചാൽ ഈ പൈപ്പിൻ്റെ ഈ ബൗണ്ടറിക്ക് നിയറായിട്ട് എഡ്ഡീസ് ഫോം ചെയ്യും. ഓക്കെ, പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യിച്ചുള്ള പ്രശ്നമാണ് പറയുന്നത്. ആ വാളിന് നിയറായിട്ട് എഡ്ഡീസ് ഫോം ചെയ്യും. എഡ്ഡീസ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ്സ് അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, അല്ലെങ്കിൽ അവിടെ വോർട്ടിസസ് ഫോം ചെയ്യും. പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നമാണ് പറയുന്നത്. ആ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റൊട്ടേഷൻ്റെ എനർജി പറയുന്നത് ആ മെയിൻ സ്ട്രീമിൽ നിന്നാണ് ആ റൊട്ടേഷൻ്റെ എനർജിയും എടുക്കുന്നത്. ആ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യാനുള്ള എനർജി എന്ന് വെച്ചാൽ ആ മെയിൻ സ്ട്രീമിൽ നിന്നാണ് ശരിക്കും എനർജി എടുക്കുന്നത്. ആ സമയത്തുള്ള പ്രശ്നം എന്താണ്? ആ മെയിൻ ഫ്ലോയിങ് സ്ട്രീമിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്യും. അതായത് എനർജി ലോസ് അവിടെ സംഭവിക്കും പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യിച്ചാൽ. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ എനർജി ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഗ്രാജുവലായിട്ട് എക്സ്പാൻഡ് ചെയ്യിക്കുന്നത്. ഗ്രാജുവലായിട്ട് എക്സ്പാൻഡ് ചെയ്യിക്കുന്ന സമയത്ത് ആ ഫ്ലോ സെപ്പറേഷൻ നടക്കുന്നില്ല, എഡ്ഡീസും ഫോം ചെയ്യുന്നില്ല, ഫ്ലോ സ്മൂത്തായിട്ട് തന്നെ പോകും. ഫ്ലോ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് എനർജി ലോസ് അവിടെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ഡൈവേർജിങ് പാർട്ടിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ കുറക്കുന്നത്. സിമ്പിളായിട്ട് പറയുന്നതെങ്കിൽ അവിടെ എനർജി ലോസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡൈവേർജിങ് പാർട്ടിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നത്. ഇനി അടുത്തത് എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ഫ്ലോ. എൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. കൺസിഡർ എ വെഞ്ചുറിയോമീറ്റർ ഫിറ്റഡ് ഇൻ ഹൊറിസോണ്ടൽ പൈപ്പ് ത്രൂ വിച്ച് ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ്. ഒരു ഹൊറിസോണ്ടൽ പൈപ്പിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന വെഞ്ചുറിയോമീറ്റർ, അതിൻ്റെ ഇൻലെറ്റ് സെക്ഷൻ 1, ഇൻലെറ്റ് സെക്ഷനാണ് 1. അവിടെ ഒരു പ്രഷർ ടാപ്പിംഗ് എടുത്തിട്ടുണ്ടാവും. അതേപോലെ ത്രോട്ടിലും ഒരു പ്രഷർ ടാപ്പിംഗ് എടുത്തിട്ടുണ്ടാവും. നോർമലി പ്രാക്ടിക്കൽ കേസ് ഈ ഒരു യൂട്യൂബ് മാനോമീറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഡെറിവേഷൻ കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഇവിടെയാണ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ത്രോട്ടിലാണ്. ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ D1 ആണ്, ഏരിയ A1 സർക്കുലർ ആയിരിക്കും. അതുപോലെ പ്രഷർ അവിടുത്തത് P1 ആണ്, വെലോസിറ്റി V1. അതേപോലെ സെക്ഷൻ 2-ലെ ഡയമീറ്റർ D2, അതായത് ത്രോട്ടിലെ ഡയമീറ്റർ D2, ഏരിയ A2, പ്രഷർ P2, വെലോസിറ്റി V2. ഇനി അപ്ലൈയിങ് ബെർണോൾസ് ഇക്വേഷൻ അറ്റ് സെക്ഷൻ 1 and 2. 1-ലും 2-ലും ഞാൻ ബെർണോൾസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? P1/ρg + V1² / 2g + Z1 = P2/ρg + V2² / 2g + Z2. ഇത് ഹൊറിസോണ്ടൽ പൈപ്പാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് Z1 and Z2
പൊട്ടൻഷ്യൽ ഹെഡ് അത് സെയിം ആയിരിക്കും. രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്താൽ ബാക്കി കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. P1/ρg പ്ലസ് V1²/2g ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2²/2g. അതിനുശേഷം ഈ ഒരു ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. എന്ത് വരും? P1/ρg മൈനസ് P2/ρg. ഇതിനെ ഞാൻ റൈറ്റിലോട്ട് കൊണ്ടുവരുന്നു. V2²/2g മൈനസ് V1²/2g. ആ P1/ρg മൈനസ് P2/ρgനെ കമ്പൈൻ ചെയ്തിട്ട് P1 മൈനസ് P2/ρg എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ P1/ρg അത് സെക്ഷൻ 1 പ്രഷർ ഹെഡാണ്. അതേപോലെ സെക്ഷൻ 2 പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് P2/ρg ആണ്. ആ ഒരു ഡിഫറൻസ് P1 മൈനസ് P2/ρg, അത് ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻ 1 ആൻഡ് 2, അതിന് ഞാൻ H എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന H, ഇവിടെയുള്ള പ്രഷർ ഹെഡ് മൈനസ് ഇവിടെയുള്ള പ്രഷർ ഹെഡ്, ആ ഡിഫറൻസ് ഞാൻ H എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിന് ഞാൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? H ഈസ് ഈക്വൽ ടു V2²/2g മൈനസ് V1²/2g. ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ് വരുന്നത്? ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു A1V1 ഈസ് ഈക്വൽ ടു A2V2. ഇതിലൂടെയുള്ള എവിടെ എടുത്താലും ഡിസ്ചാർജ് സെയിം ആയിരിക്കും. ബിറ്റ്വീൻ 1 and 2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് A1V1 ഈസ് ഈക്വൽ ടു A2V2. അതിൽ നിന്ന് V1 എന്താ എഴുതാം? A2V2/A1. ഇനി ആ V1നെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. H ഈസ് ഈക്വൽ ടു V2²/2g മൈനസ് V1² എന്ന് പറഞ്ഞാൽ ഇത് ഹോൾ സ്ക്വയർ വരും ബൈ 2g. അതിനുശേഷം V2²/2g പുറത്തെടുത്താൽ ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ A2/A1 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ A2²/A1². H ഈസ് ഈക്വൽ ടു ഇക്വേഷൻ കിട്ടി. അതിനുശേഷം അത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് V2² എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്. V2² ഈസ് ഈക്വൽ ടു 2gh ഇൻറ്റു A1²/A1² മൈനസ് A2². അല്ലെങ്കിൽ V2 എന്ത് കിട്ടും? ഇതിൻ്റെ നേരെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. റൂട്ട് 2gh ഉണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് A1², A1 കിട്ടി, പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് A1² മൈനസ് A2². V2ൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് A1V1 ഈസ് ഈക്വൽ ടു A2V2, Q ഈസ് ഈക്വൽ ടു, അതിലിപ്പം സെക്ഷൻ 2 വെലോസിറ്റി എനിക്കറിയാം. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ ഏരിയനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം Q ഈസ് ഈക്വൽ ടു A2V2 പറഞ്ഞ ഇക്വേഷനിൽ ഞാൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നു. Q ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ V2നെ ഇനി ഈ ഇക്വേഷൻ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? A2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Q ഈസ് ഈക്വൽ ടു A1A2 റൂട്ട് 2gh ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1² മൈനസ് A2². ഇതാണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. വെഞ്ചുറിമീറ്ററിലൂടെയുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ്. പക്ഷേ ഇതെന്താണ്? തിയററ്റിക്കൽ കേസാണ്. ഡിസ്ചാർജ് അണ്ടർ ഐഡിയൽ കണ്ടീഷനാണ് ഇക്വേഷൻ തരുന്നത്. നമ്മളിപ്പോൾ അവിടെ ബെർണോളിസ് ഇക്വേഷനാണ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബെർണോളിസ് ഇക്വേഷനിൽ ഒരുപാട് അസംഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതൊരു ഐഡിയൽ ഇക്വേഷനാണ്. ഇനി റിയൽ കേസിലോട്ട് വരുന്ന സമയത്തോ ബെർണോളിസ് ഇക്വേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അസംഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ്, സീറോ വിസ്കോസിറ്റി ഫ്ലൂയിഡാണ്. പക്ഷേ പ്രാക്ടിക്കൽ ഫ്ലൂയിഡ്സൊക്കെ റിയൽ ഫ്ലൂയിഡ്സാണ്, വിസ്കോസിറ്റി സീറോ ആയിരിക്കില്ല. ആ സമയത്ത് അസോസിയേറ്റ് ചെയ്യുന്ന ലോസസ് ഉണ്ടാവും. അതെല്ലാം കൺസിഡർ ചെയ്താലാണ് ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് കിട്ടുക. ഓക്കെ, ആ ഒരു ഡിഫറൻസ് തിയററ്റിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും തമ്മിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അത് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാരാമീറ്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒരു കോയിഫിഷ്യൻറ്റ്. അതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തായാലും തിയററ്റിക്കലിനെക്കാട്ടിയും കുറവായിരിക്കും, കാരണം ലോസസ് ഉണ്ട് അവിടെ. ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ വെഞ്ചുറിമീറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ടു തിയററ്റിക്കൽ ഡിസ്ചാർജ്. CD ഈസ് ഈക്വൽ ടു Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ. CD കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ എന്ന് പറയുന്നത് എപ്പോഴും തിയററ്റിക്കലിനെക്കാട്ടിയും കുറവായിരിക്കും, CDയുടെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് ആക്ച്വൽ ഡിസ്ചാർജ് എന്നേരം എങ്ങനെ എഴുതാം? CD ഇൻറ്റു തിയററ്റിക്കൽ ഡിസ്ചാർജ്, CD ഇൻറ്റു A1A2 റൂട്ട് 2gh ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1² മൈനസ് A2². ഈ വെഞ്ചുറിമീറ്ററിൻ്റെ CD വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 0.95 to 0.99 റേഞ്ചിൽ കിട്ടും. 0.95 to 0.99 ആ റേഞ്ചിൽ തന്നെ കിട്ടും. കാരണം ഇതിൽ ലോസസ് കുറവാണ്. ഡൈവേർജിങ് കോൺ എന്ന് പറയുന്നത് നമുക്ക് ലെങ്തി ആയിട്ട് കൊടുത്തിട്ട് അവിടെ ലോസസ് മിനിമം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്സിമം വാല്യൂ CD തന്നെ വെഞ്ചുറിമീറ്ററിന് കിട്ടും. മാക്സിമം വെച്ചാൽ 0.95 to 0.99 റേഞ്ചിൽ തന്നെ കിട്ടും. അടുത്തത് വാല്യൂ ഓഫ് H ഗിവൺ ബൈ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. നമ്മൾ ഡിസ്ചാർജ് ഇക്വേഷനിൽ H ഉണ്ടായിരുന്നു.
നമ്മൾ പ്രാക്ടിക്കലി ആ പ്രഷർ ഡിഫറൻസ് ഇൻലെറ്റും ത്രോട്ടും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യൽ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യുക. ആ സമയത്ത് ആ യൂട്യൂബ് ലെഫ്റ്റ് ഇപ്പോൾ ഇതാണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അത് ഞാൻ സെക്ഷൻ 1ലും കണക്ട് ചെയ്തിട്ടുണ്ട്, സെക്ഷൻ 2ലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് പ്രഷർ കൂടുതൽ? ഇവിടെയാണ് പ്രഷർ കൂടുതലെന്ന് പറഞ്ഞു. ഇവിടുത്തോട്ട് എത്തുന്ന സമയത്ത് പ്രഷർ കുറഞ്ഞു. ത്രോട്ടിൽ മിനിമം പ്രഷറാണ്. ആ സമയത്ത് ഈ ലെഫ്റ്റ് ലിംബാണ് താഴോട്ട് നിൽക്കുന്നത്, റേസ് ചെയ്ത് നിൽക്കുന്നത് റൈറ്റ് ലിംബാണ്. കാരണം ഇവിടെയാണ് പ്രഷർ കൂടുതൽ. ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും തമ്മിലെ പ്രഷർ ഡിഫറൻസ്, ആ ലെവൽ ഡിഫറൻസ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇക്വേഷനിൽ എന്തായാലും ആക്ച്വൽ ഡിസ്ചാർജ് ഈക്വൽ ടു CD ഇൻറ്റു A1A2 റൂട്ട് 2GH ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ആണ്. അവിടെ എച്ച് ആണുള്ളത്. എനിക്ക് ഇവിടെ കിട്ടുന്ന റീഡിങ് എക്സ്. ഇനി എന്ത് ചെയ്യണം? ഈ എക്സ് ആണ് എനിക്ക് ആക്ച്വലി കിട്ടുന്നതെങ്കിൽ അതിനെ എച്ചിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ആ ഇക്വേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എക്സ് എന്ന് പറയുന്നത് മെർക്കുറിയിലെ ലെവൽ ഡിഫറൻസ് ആണ്. എനിക്ക് അവിടെ വേണ്ടുന്നത് വാട്ടറിൻ്റെ ഹെഡ് ഡിഫറൻസ് ആണ്. എന്നാലും ഇതിനെ കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ച യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ അതിൻ്റെ ആ തിയറി ബേസിലാണ് ചെയ്യേണ്ടത്. അതങ്ങനെ ചെയ്ത് നോക്കാം. ഇനിയിപ്പം ഞാൻ ഇവിടെ ഒരു ഡാറ്റം ലൈൻ വരച്ചിട്ടുണ്ട്. AB ആണ് എൻ്റെ ഡാറ്റം ലൈൻ. അങ്ങനെയാണെങ്കിൽ ഈ പ്രഷർ അറ്റ് ഈ ലെഫ്റ്റ് ലിംബിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറും റൈറ്റ് ലിംബിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ബിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷറും എന്തായിരിക്കും? സെയിം പ്രഷറായിരിക്കും. അതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം, ഇവിടെ ആക്ട് ചെയ്യുന്ന ബിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറും കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. അത് ഇക്വേറ്റ് ചെയ്തിട്ട് അവസാനം സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എച്ചിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. എക്സിൻ്റെ ടേംസിലെ എച്ചിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. അത് കണ്ടുപിടിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് എച്ച് ആ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ടേംസിലാണ് വേണ്ടുന്നത്. ഇവിടെ മാനോമീറ്റർ കാണിക്കുന്നത് മെർക്കുറിയുടെ ടേംസിലാണ്. ആ എക്സ് എനിക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ആ എക്സിന് പ്രൊപ്പോർഷണലായിട്ട് എച്ച് എടുക്കണം. അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഇവിടെയുള്ള പ്രഷർ അറ്റ് എ എന്തായിരിക്കും? പ്രഷർ അറ്റ് 1 പ്ലസ് ഈ ഒരു ഹൈറ്റ് ഫ്ലൂയിഡ് കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ PA = P1 പ്ലസ് റോ G ഇൻറ്റു ഈ ഒരു ഹൈറ്റ്. അതെന്താണ്? ഇത് ഇവിടെയാണ് ഞാൻ ഡാറ്റൻ ലൈൻ വരച്ചിരിക്കുന്നത്. അവിടുന്ന് എൻ്റെ സെൻട്രൽ ലൈനിലോട്ടുള്ളത് Z1 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റ് Z. അങ്ങനെയാണെങ്കിൽ ഇത്ര പേരെ ഹൈറ്റ് എന്ത് വരും? Z1 മൈനസ് Z റോ G ഇൻറ്റു Z1 മൈനസ് Z. ഇവിടെയില്ലേ ഈ റോ എന്ന് പറയുന്നത് ആ വർക്കിംഗ് ഫ്ലൂയിഡ്, ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത്. G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് പറഞ്ഞാൽ ഹൈറ്റ്. അതേപോലെ ഇവിടെയുള്ള ബിയിലെ പ്രഷർ എന്തായിരിക്കും? P2 പ്ലസ് പിന്നെ ഈ ഒരു കോളം എന്ന് വെച്ചാൽ വർക്കിംഗ് ഫ്ലൂയിഡ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രഷർ റോ G ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് ആൻഡ് Z2. Z1 Z2 ഈക്വൽ തന്നെയാണ്. രണ്ട് സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ മാറ്റി കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. Z2 മൈനസ് പിന്നെ ഇത്ര പേരെ Z മൈനസ് എക്സ്. അത് ചെയ്താൽ ഇത്ര പേരെ വാല്യൂ കിട്ടി. പ്ലസ് പിന്നെന്താണ്? ഈ ഒരു മെർക്കുറി കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ. അത് മൂന്നും കൂടെ ആഡ് ചെയ്താണ് ഈ PBയിലെ പ്രഷർ. മെർക്കുറി കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ എന്താണ്? റോ M ഇൻറ്റു G ഇൻറ്റു എക്സ്. ഇവിടെ എടുക്കേണ്ട ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ഡെൻസിറ്റി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. റോ M ഇൻറ്റു G ഇൻറ്റു എക്സ് കിട്ടി. ആ രണ്ട് പ്രഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ സെയിം ഹൊറിസോണ്ടൽ ലെവലിലെ ആ പ്രഷർ എന്താണ്? ഈക്വൽ പ്രഷറാണ് ആ ഡാറ്റം ലൈനിലെ പ്രഷർ. അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നത്. PA = PB. രണ്ട് വാല്യൂം ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, ക്യാൻസൽ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ റോ G Z ഉണ്ട്, റൈറ്റ് സൈഡിൽ റോ G Z ഉണ്ട്. ക്യാൻസൽ ചെയ്തു. ഇക്വേഷൻ കിട്ടി. അതിനുശേഷം Z1 = Z2 ആണ്. ഈ കേസിൽ ഇത് ഹൊറിസോണ്ടലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് Z1 = Z2 ആണ്. അന്നേരം റോ G Z1ഉം ഇവിടുത്തെ റോ G Z2ഉം ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്താ ഉള്ളത്? P1 = P2 മൈനസ് റോ GX പ്ലസ് റോ M GX. അതായത് P1 മൈനസ് P2 = റോ M GX മൈനസ് റോ GX കിട്ടി. ഓക്കെ, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേയുള്ളൂ. അതിനുശേഷം ഈ ഇക്വേഷനെ ഞാൻ ത്രൂ ഔട്ടായിട്ട് റോ Gനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈ എൻ്റയർ ഇക്വേഷനെ റോ Gനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം എന്താ കിട്ടാൻ വേണ്ടി പോകുന്നത്? P1 മൈനസ് P2 ബൈ റോ G = റോ MX ബൈ റോ മൈനസ് എക്സ്. ഈ P1 മൈനസ് P2 ബൈ റോ G എന്തായിട്ട് എടുത്തത് നമ്മ? H ആയിട്ടാണ്. അന്നേരം ഈ ടേം ഡെറിവേഷനിൽ വന്ന സ്റ്റെപ്പാണ് P1 മൈനസ് P2 ബൈ റോ G.
ഹെഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് അത് നമ്മൾ എച്ച് ആയിട്ടാണ് എടുത്തത്. എന്നിട്ട് ടേം എന്തായി എച്ച് ആയി. എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു റോ എം ബൈ റോ മൈനസ് 1. നമുക്ക് എക്സ് അറിയെങ്കിൽ ഡിഫറൻസ് ഇൻ മാനോമെട്രിക് ഫ്ലൂയിഡ് അറിയെങ്കിൽ എച്ച് നമ്മളെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ്, അതായത് ഫ്ലോയിങ് ഫ്ലൂയിഡ് -1 ചെയ്താൽ മതി. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. ഈ ഇൻലെറ്റിലെയും ത്രോട്ടിലെയും തമ്മിലെ പ്രഷർ ഡിഫറൻസ് മാനോമീറ്റർ വെച്ചിട്ടാണ്, യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യണമെങ്കിൽ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നേരെ മറിച്ച് അവിടെ പ്രഷർ ഗേജസ് വെക്കുന്നു, 1ലും 2ലും 2 സെപ്പറേറ്റ് പ്രഷർ ഗേജസ് വെക്കുന്നു. അതായത് P1ൻ്റെ വാല്യൂ അറിയാം, P2ൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ എച്ച് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. 2 ഇക്വേഷൻ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഡിസ്ചാർജ് ഇക്വേഷനിൽ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിനെ ഒന്നും കൂടെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫോമിലോട്ട് മാറ്റി ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിലോട്ട്. ഒരു ഇക്വേഷനെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഡെൻസിറ്റിയുടെ ടേമിനെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേമിലോട്ട് മാറ്റുന്നു. ഇവിടെ ഈ റോ എം ബൈ ഈ ഒരു ടേമിനെ മുകളിലും താഴിലും ഞാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആണ്. ഇവിടെ റോ എം ബൈ റോ വാട്ടർ ചെയ്തു, ഇവിടെ റോ ബൈ റോ വാട്ടറും ചെയ്തു. എന്നാൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടി. ഇവിടെയും താഴലും സ്പെസിഫിക് ഗ്രാവിറ്റി, മുകളിലും താഴലും റോ വാട്ടറെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷനൊന്നും മാറ്റം വരുന്നില്ല. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഞാനിവിടെ എച്ച് എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റോ എം ബൈ റോ എന്നുള്ളത് എസ് എച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി. അതേപോലെ എസ് നോട്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് നോട്ട് -1. എസ് എച്ച് എന്ന് വെച്ചാൽ ഞാൻ ഹെവിയർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് ആ കൺസെപ്റ്റിൽ എടുത്തതാണ്. ഇവിടെ എടുത്തിരിക്കുന്ന യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ വർക്കിംഗ് ഫ്ലൂയിഡ് മെർക്കുറിയാണ്. ഓക്കെ, ആ രീതിയിലാണ് അത് ഹെവിയർ ഫ്ലൂയിഡ്. ഹെവിയർ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ വർക്കിംഗ് ഫ്ലൂയിഡ്, അതായത് ആ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിനെക്കാട്ടിയും ഡെൻസിറ്റി കൂടിയ ലിക്വിഡാണ് മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. അതാണ് എച്ച്, ഹെവിയർ ഫ്ലൂയിഡാണ്, വർക്കിംഗ് ഫ്ലൂയിഡിനെക്കാട്ടിയും ഹെവി ആണെന്നുള്ള സെൻസിലാണ് എച്ചും എസ് നോട്ടും എഴുതിയിരിക്കുന്നത്. എച്ച് എഴുതിയിരിക്കുന്നത്. എസ് നോട്ട് എന്ന് വെച്ചാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. അന്നേരം ഈ ഇക്വേഷൻ അങ്ങനെ എഴുതാം, ഈ ഒരു ഫോം. ഓക്കെ, നമ്മൾ നോർമലി പ്രോബ്ലത്തിലൊക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് ഈ ഫോമിലോട്ടൊന്ന് മാറ്റി ചെയ്തിരിക്കുന്നത്. ഇനി ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഒരു ലൈറ്റർ ലിക്വിഡാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. മീൻസ് ആ ഫ്ലോയിങ് ഫ്ലൂയിഡിനെക്കാട്ടിയും ലൈറ്റായിട്ടുള്ള ലിക്വിഡ്, അതിനെക്കാട്ടിയും ഡെൻസിറ്റി കുറഞ്ഞൊരു ലിക്വിഡാണ് മാനോമീറ്ററിൽ ഉള്ളത്. ആ സമയത്ത് എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 1 - ചെറിയൊരു മാറ്റം വരുന്നുണ്ട്, 1 - SL ബൈ എസ് നോട്ട് വരും. എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 - SL എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ലിക്വിഡ്, മാനോമെട്രിക് ലിക്വിഡ് ലൈറ്ററാണ്, ബൈ എസ് നോട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് തന്നെ. ഓക്കെ, ഈ ഒരു കേസ് എന്ന് വെച്ചാൽ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആയിരിക്കും. ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് വെച്ചാൽ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലോയിങ് ഫ്ലൂയിഡിനെക്കാട്ടിയും ലൈറ്റർ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് തരുന്നതെങ്കിൽ, ഇൻവേർട്ടഡ് മാനോമീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി പ്രഷർ ഗേജ് റീഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇക്വേഷൻ തന്നെ P1 - P2 ബൈ റോ ജി, അത് വെച്ചിട്ട് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ ഇൻപുട്ട് അതിനെ വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അടുത്തത് ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്റർ ഇപ്പം ഞാൻ ആദ്യം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ പൈപ്പിലാണ്. ഇനി ഇൻക്ലൈൻഡ് പൈപ്പിലാണെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനൊന്നും മാറ്റം വരുന്നില്ല. ആക്ച്വൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സെയിം തന്നെയാണ്. CD × A1A2 √2GH ബൈ √A1² - A2² അതിലൊന്നും മാറ്റം വരുന്നില്ല. ഇനി ഇവിടെ മാറ്റം വരുന്ന വെച്ചാൽ എച്ച് തൊട്ട് മുമ്പിലത്തെ കേസിൽ ഹൊറിസോണ്ടൽ P1 - P2 ബൈ റോ ജി ആയിരുന്നു. പക്ഷേ ഇവിടെ എച്ച് എന്ന് വെച്ചാൽ ഇതേപോലെ ഇൻക്ലൈൻഡ് മാനോമീറ്ററിൻ്റെ ഓരോ സെക്ഷനിലും 2 സെക്ഷനിൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പിലെത്തി കിട്ടും. എച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എച്ച് ഇസ് ഈക്വൽ ടു P1 ബൈ റോ ജി പ്ലസ് Z1 മൈനസ് P2 ബൈ റോ ജി പ്ലസ് Z2 ആണ് ഇൻക്ലൈൻഡിൻ്റെ കേസിൽ. പക്ഷേ മാനോമീറ്ററിൻ്റെ ഇത് ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ ഒരു മാറ്റവും വരില്ല. ഇതേപോലെ 2 സെക്ഷൻ എടുത്തിട്ട് പ്രഷർ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിം എക്സ്പ്രഷനിൽ എത്താൻ വേണ്ടി പറ്റും.
എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഹെവിയർ ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ SH/S0-1. നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല, കാരണം എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഡയറക്റ്റ് വെഞ്ചുറിമീറ്റർ എന്നേ പറയുന്നില്ല, ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ എന്ന് പറയില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും നോർമൽ വെഞ്ചുറിമീറ്ററിന് ചെയ്താൽ മതി. പ്രോബ്ലം മാത്രമേ ഇൻക്ലൈൻഡ് എന്ന് ചോദിക്കാറുള്ളൂ. ആ സമയത്ത് പ്രോബ്ലം ചോദിക്കുന്നുണ്ടെങ്കിൽ എച്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇതാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് P1 - P2/ρg എടുക്കാൻ വേണ്ടി പാടില്ല. ഇൻക്ലൈൻഡ് ആവുന്ന സമയത്ത് ആ ലെവൽ ഡിഫറൻസും കൂടെ കൺസിഡർ ചെയ്യണം. H is equal to P1/ρg plus Z1 minus P2/ρg plus Z2 ആണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. 2 പോയിൻറ്റിലെ പ്രഷറും ലെവൽ ഡിഫറൻസും ആണ് തരുന്നതെങ്കിൽ. ഇനി മാനോമെട്രിക് ഡിഫറൻസ് ആണ് തരുന്നതെങ്കിൽ H is equal to ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? X into SH/S0-1 ഉപയോഗിക്കണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. ഈ ഒരു ടേം P/ρg plus Z എന്ന് പറയുന്നത് എന്താണ്? അതിനെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ പീസോമെട്രിക് ഹെഡ് എന്ന് പറയും. ഇൻക്ലൈൻഡ് ആവുന്ന സമയത്ത് ഡിഫറൻസ് ഇൻ പീസോമെട്രിക് ഹെഡ് എടുക്കണം. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഡിഫറൻസ് ഇൻ സ്റ്റാറ്റിക് പ്രഷർ ഹെഡാണ് നമ്മൾ എടുക്കുന്നത്. ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇതിൻ്റെ ജസ്റ്റ് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ, എച്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണ്ടെയ്ൻസ് ലൈറ്റർ ലിക്വിഡ്. ഇൻക്ലൈൻഡിൻ്റെ കേസിൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ലൈറ്റർ ലിക്വിഡാണ് കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ H is equal to ഈ സ്റ്റാറ്റിക് പ്രഷറിൻ്റെ ടേംസിൽ ഇക്വേഷൻ മാറുന്നില്ല. പക്ഷേ മാനോമെട്രിക്കിൻ്റെ ഈ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. H is equal to X into 1 - SL/S0 എടുക്കണം. അടുത്തത് ഒറിഫൈസ് മീറ്റർ. ഒറിഫൈസ് മീറ്ററും എന്തിനാണ്? ഡിസ്ചാർജ് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ്. ഇറ്റ് ഈസ് എ ചീപ്പർ ഡിവൈസ് ആസ് കമ്പയർഡ് ടു വെഞ്ചുറിമീറ്റർ. ഇറ്റ് ഓൾസോ വർക്ക്സ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ ആസ് ദാറ്റ് ഓഫ് വെഞ്ചുറിമീറ്റർ. ഒറിഫൈസ് എന്ന് വെച്ചാലും റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാനുള്ള ഡിവൈസാണ്. വെഞ്ചുറിമീറ്ററിൻ്റെ സെയിം പ്രിൻസിപ്പിളാണ്. എന്താണ്? പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏരിയ ചേഞ്ച് വഴി പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്താൽ, ഇപ്പോൾ നമ്മൾ കണ്ടു ആ പ്രഷർ ഡിഫറൻസ് എച്ച് മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഒറിഫൈസിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. കൂടാതെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പേസും കൂടെ വേണമല്ലേ. കൺവേർജിങ് ഉണ്ട്, ത്രോട്ട് ഉണ്ട്, പിന്നെ കുറച്ച് വലിയ ഡൈവേർജിങ് പോർഷൻ ഉണ്ട്. അത്രയും ലെങ്തി പോർഷനാണ് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അത്രയും സ്ഥലവും വേണം. ഒരു പൈപ്പ് ഇപ്പം സ്പേസ് ലിമിറ്റേഷൻസൊക്കെ വരുന്ന സ്ഥലത്താണെങ്കിൽ വെഞ്ചുറിമീറ്റർ ഇൻസ്റ്റാൾ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ആ കേസിൽ നമുക്ക് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുപയോഗിക്കാം? ഒറിഫൈസ് മീറ്റർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വെഞ്ചുറിമീറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇത്രയും സ്ഥലം ആവശ്യമാണ്. നേരെ മറിച്ച് ഒരു ഒറിഫൈസ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇത്ര സ്ഥലം മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. രണ്ടിനും ഫങ്ഷൻ സെയിം ആണ്, പക്ഷേ ഒറിഫൈസിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് വിച്ച് ഹാസ് എ സർക്കുലർ ഷാർപ്പ് എഡ്ജ്ഡ് ഹോൾ കോൾഡ് ഒറിഫൈസ് വിച്ച് ഈസ് കോൺസെൻട്രിക് വിത്ത് പൈപ്പ്. ഒറിഫൈസ് മീറ്റർ എന്ന് വെച്ചാൽ ഇതാണ്, ഈ കാണിച്ചിരിക്കും. ഇതാണ് ആക്ച്വലി ഈ സൈഡ് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ആ സെൻട്രലിലെ ഹോൾ അതാണ് ഒറിഫൈസ് എന്ന് പറയുന്നത്. ഇത് പ്ലേറ്റ്, ഒരു മെറ്റാലിക് പ്ലേറ്റ് ഉണ്ടാവും, അതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഉണ്ടാവും. ആ ഹോളും നമ്മൾ ഈ പൈപ്പും തമ്മിൽ കോൺസെൻട്രിക് ആയിട്ടാണ് ഉണ്ടാവുക. ആ സമയത്ത് ഫ്ലോ നടക്കുന്ന സമയത്ത് സംഭവിക്കും, ഇതാണ് പൈപ്പ്, ഈ ഡയറക്ഷനിൽ ഫ്ലോ വരുന്നുണ്ടാവും, പിന്നെ ആ ഒറിഫൈസിലൂടെ ഫ്ലോ നടന്നു, പിന്നെ ആദ്യം പൈപ്പിൻ്റെ ആ ഡയമീറ്ററിലോട്ട് പോയി. ഇതാണ് ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇവിടെ ഏരിയ ഡിഫറൻസ് വന്നു അല്ലേ. ഈ ഒരു സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് ഏരിയ ഡിഫറൻസ് വന്നു. നോർമലി എന്തുണ്ടാവും? അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്തിട്ട് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് എൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. വെഞ്ചുറിയിലെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ് വരുന്നത്. ഇനി ഈ ഒറിഫൈസ് പറയുന്ന സമയത്ത് ഒരു ടേം പറയാനുണ്ട്, വീന കോൺട്രാക്റ്റ എന്ന് പറയുന്ന ഒരു ടേം പറയാനുണ്ട്. ഇത് സ്ട്രീം ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ഒറിഫൈസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്ട്രീം ലൈൻസ്, ഇവിടെയൊക്കെ സ്ട്രീം ലൈൻസ് എന്താണ്? പരസ്പരം പാരലലാണ്. ആ സ്ട്രീം ലൈൻസ് പിന്നെ ഈ ഒരു റെസ്ട്രിക്റ്റഡ് പാസേജിലൂടെ ഫ്ലോ നടക്കുന്നതുകൊണ്ട് സ്ട്രീം ലൈൻസ് നോർമലി കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്തു, അതിന് ശേഷം കൺവേർജ് ചെയ്താലും ഇത് പെട്ടെന്ന് ഡൈവേർജ് ചെയ്ത് പോകില്ല. ആ ഒരു കൺവേർജ് ചെയ്യുന്നതിൻ്റെ ഇനേർഷ്യ കൊണ്ട് നോർമലി ആ സ്ട്രീം ലൈൻസ് കണ്ടിന്യൂ ടു കൺവേർജ് ടു എ മിനിമം ഏരിയ. അതിന് ശേഷം മാത്രമേ ഡൈവേർജ് ചെയ്യുള്ളൂ. ആ സ്ട്രീം ലൈൻസ് ഇനേർഷ്യ കൊണ്ട് ആ കൺവേർജ് ചെയ്തിട്ട് ഒരു മിനിമം ഏരിയയിലെത്തും. അതായത് ആ ടോപ്പ് സ്ട്രീം ലൈനും ഏറ്റവും ബോട്ടം സ്ട്രീം ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ആ ഒരു ഏരിയ അതിനെ വീന കോൺട്രാക്റ്റ് എന്ന് പറയും. ആ വീന കോൺട്രാക്റ്റിൽ സ്ട്രീം ലൈൻസ് പരസ്പരം പാരലായിട്ടാണ് ഉണ്ടാവുക. അതിനുശേഷം സ്ട്രീം ലൈൻസ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകും.
സ്ട്രീം ലൈൻസ് ഡൈവേർജ് ചെയ്തിട്ട് ആ പൈപ്പിൻ്റെ ഏരിയയിലോട്ട് അങ്ങോട്ട് എത്തും. ഓക്കെ, നമ്മൾ ഇവിടെയാണ് മിനിമം ഏരിയ വരുന്നത്, അവിടെയായിരിക്കും മാക്സിമം വെലോസിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അവിടെ മിനിമം പ്രഷറും ഉണ്ടാവും. The orifice diameter is kept generally 0.5 times diameter of pipe, though it may vary from 0.4 to 0.8 times the pipe diameter. ഈ ഒറിഫൈസിൻ്റെ ഡയമീറ്റർ നോർമലി കീപ്പ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഹാഫ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പാണ്. പക്ഷേ അത് ഫിക്സഡ് വാല്യൂ ഒന്നല്ല, ഈ ഒരു റേഞ്ചിൽ മാറാം. ഇനി മാനോമീറ്റർ എവിടെയൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. സെക്ഷൻ 2 എന്ന് പറയുന്നത് വീന കോൺട്രാക്റ്റിലാണ്. സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.5 to 2 ടൈംസ് ദ പൈപ്പ് ഡയമീറ്റർ അപ്സ്ട്രീം ഫ്രം ദി ഒറിഫൈസ് പ്ലേറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ആ 1 ഡിസ്റ്റൻസ് ആണ് പറയുന്നത്, ഏകദേശം 1.5 to 2 ടൈംസ് പൈപ്പ് ഡയമീറ്റർ ആയിരിക്കും. സെക്ഷൻ 2 എന്ന് പറയുന്നത് വീന കോൺട്രാക്റ്റിലാണ് കണക്ട് ചെയ്യുന്നത്. വീന കോൺട്രാക്റ്റിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് ഏകദേശം ഹാഫ് ദി ഡയമീറ്റർ ഓഫ് ഒറിഫൈസ് at section 2, which is at a distance about half the diameter of orifice on the downstream side from the orifice plate. ഇവിടെ ഇത്രയും ഈ സെക്ഷൻ 1 എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത്ത് ലാണ് ലെഫ്റ്റ് സൈഡിലോട്ട് കണക്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സ്ട്രീം ലൈനിൻ്റെ കർവേച്ചർ എഫക്റ്റ് വരാത്തൊരു സ്ഥലത്ത് ഈ സ്ട്രീം ലൈൻസ് കൺവേർജ് ചെയ്യുന്നിടക്ക് അതിൻ്റെ കർവേച്ചർ എഫക്റ്റ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇവിടെ ദൂരെയായിട്ട് ആ സെക്ഷൻ 1 എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീന കോൺട്രാക്ട് ഈസ് എ പോയിന്റ് ഇൻ ദ ഫ്ലൂയിഡ് സ്ട്രീം വെർ ഡയമീറ്റർ ഓഫ് ദ സ്ട്രീം ഈസ് ലീസ്റ്റ്. ഓക്കെ, അതിൻ്റെ കാരണമെല്ലാം പറഞ്ഞു. ഇനി റേറ്റ് ഓഫ് ഫ്ലോ, ഇതിൻ്റെ ഡിസ്ചാർജിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സെക്ഷൻ 1 ഇവിടെയാണ്, സെക്ഷൻ 2 എന്ന് പറയുന്നത് വീന കോൺട്രാക്റ്റിലാണ്. A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് സെക്ഷൻ 1, പൈപ്പിൻ്റെ ഡയമീറ്റർ അറിയാൻ അത് കണ്ടുപിടിക്കുക. അവിടുത്തെ പ്രഷർ P1, വെലോസിറ്റി V1, അതേപോലെ സെക്ഷൻ 2 കറസ്പോണ്ടിങ് വാല്യൂസ് A2, P2, V2. ഇനി ബിറ്റ്വീൻ 1 and 2 ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് P1/ρg + V1² /2g + Z1 = P2/ρg + V2² /2g + Z2. ഇനി ഇതെന്താണ്? ഹൊറിസോണ്ടലായിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പൈപ്പ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് Z1 = Z2 ആണ്. അത് രണ്ടും ക്യാൻസൽ ചെയ്യുന്നത്. ഇക്വേഷൻ P1/ρg + V1² /2g = P2/ρg + V2² /2g. അതിനുശേഷം റീഅറേഞ്ച് ചെയ്യുന്ന ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് റീഅറേഞ്ച് ചെയ്തത് വെഞ്ചുറി ചെയ്ത പോലെ തന്നെ. അതിനുശേഷം P1 - P2/ρg എന്തായി? H ആക്കി എടുത്തു. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? H = V2² /2g - V1² /2g, അല്ലെങ്കിൽ 2gH = V1² - V2². V2² എന്ത് ചെയ്താൽ 2gH + V1². ഇക്വേഷൻ നമ്പർ 2. ഇനി സെക്ഷൻ 1 and 2 അവിടെ ഞാൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. എന്ത് കിട്ടും? A1 V1 = A2 V2. A1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ, ഇവിടെ വീന കോൺട്രാക്റ്റുള്ള ഏരിയ ആണ് A2 എന്ന് പറയുന്നത്. അന്നേരം V1 = A2 V2 / A1. V1 = A2 V2 / A1 ഉണ്ട്. അതിൽ ഈ A2 എന്ന് പറയുന്നത് വീന കോൺട്രാക്റ്റിലെ ഏരിയ ആണ്. ആ ഫ്ലൂയിഡ് ജെറ്റ് ഒരു മിനിമം ഏരിയയിലെത്തുന്നത്. അവിടുത്തെ ഏരിയ എനിക്ക് പ്രാക്ടിക്കലി മെഷർ ചെയ്യൽ പോസിബിൾ അല്ല. അതിനെ എനിക്കൊരു നോൺ വാല്യൂയിലോട്ടും കൺവേർട്ട് ചെയ്യണം. അതിന് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന കോയിഫിഷ്യൻ്റാണ് കോയിഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ = ഏരിയ അറ്റ് വീന കോൺട്രാക്റ്റ്, ഈ ഇവിടുത്തെ ഏരിയ / ഏരിയ ഓഫ് ഒറിഫൈസ്. ഒറിഫൈസിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ഡയമീറ്റർ അറിയാമെങ്കിൽ സർക്കുലറല്ലേ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ CCൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് മാനുഫാക്ചറർ തരുന്നതാണ്. ഒറിഫൈസ് മാനുഫാക്ചർ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് CCൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. അത് നമുക്ക് തരുന്ന വാല്യൂ ആണ്. അന്നേരം CC = A2/A0. A0 എന്ന് പറഞ്ഞാൽ ഒറിഫൈസിൻ്റെ ഏരിയ. അന്നേരം A2 എങ്ങനെ ചെയ്താൽ A0 × CC. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ A0 × CC × V2 / A1 കിട്ടി. ഇനി V2² = 2gH + V1² ആയിരുന്നു. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? V2² = 2gH. V1 നമ്മൾ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. V1 ഈ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ സ്ക്വയർ ചെയ്യുന്നു. അതിനെ സ്ക്വയർ ചെയ്തിട്ട് എഴുതുന്ന ഈ 2gH ലെഫ്റ്റ് സൈഡോട് കൊണ്ടുവരുന്നത്. 2gH =
ഈ ഒരു ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നത്. അന്നേരം എന്ത് കിട്ടും? 2GH റൈറ്റ് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അന്നേരം റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 2GH is equal to V2 square minus A0/A1 square into CC square into V2 square. അതിനുശേഷം V2 square പുറത്തെടുക്കുന്നത്. V2 square പുറത്തെടുത്താൽ 1 minus A0/A1 square into CC square. അല്ലെങ്കിൽ V2 is equal to എന്ത് എഴുതാൻ വേണ്ടി പറ്റും? 2GH റൂട്ട് 2GH ഡിവൈഡ് ബൈ ഈ ടേം റൂട്ടിൻ്റെ ഉള്ളിൽ വരും. ഓക്കെ, V2ന് എക്സ്പ്രഷൻ കിട്ടി. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? Q is equal to A2 into V2. V2 വീന കോൺട്രാക്റ്റിലെ വെലോസിറ്റിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഇൻറ്റു അവിടുത്തെ ഏരിയ ചെയ്താൽ മതി. അതായത് Q is equal to A2 into V2. പക്ഷേ A2 എന്താണ്? A2 is equal to A0 into CC ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വീന കോൺട്രാക്റ്റഡ് ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ്, അതാണ് A2. പിന്നെ Q is equal to A0 into A2ൻ്റെ സ്ഥാനത്ത് A0 CC into V2. അത് Q is equal to A0 CC റൂട്ട് 2GH ഇൻറ്റു 1 മൈനസ് A0/A1 ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ. അല്ല, V2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്നല്ലോ. ഇതാണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഒറിഫൈസിലൂടെയുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ വെഞ്ചുറിമീറ്റർ നമ്മൾ CD-ൻ്റെ ടേംസിലുള്ള ഇക്വേഷനാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ആ ടേംസിലോട്ട് ഇനി ഒന്ന് മാറ്റി ചെയ്യുന്നു. അതിന് CCയും CD-യും തമ്മിലൊരു ചെറിയ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ വെച്ചിട്ട് ഒന്ന് മാറ്റി എഴുതുന്നതേ ഉള്ളൂ. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. അതിൽ ആ CC ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് A0/A1 സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ, അതിന് CD-യുടെ ടേംസിലോട്ട് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു ടേം, ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ടേം ഈസ് ഈക്വൽ ടു CD ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് A0/A1 സ്ക്വയർ ആണ് CCയും CD-യും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ നോർമലി ആ വെഞ്ചുറിമീറ്ററിനെ ഡിസ്ചാർജ് ചെയ്ത് ആ ഫോമിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണിത്. അന്നേരം Q is equal to എന്ത് കിട്ടും? ഈ ഒരു ടേമിന് പകരം ഞാൻ ഈ ഒരു ടേം മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ CD ഇൻറ്റു A0 റൂട്ട് 2GH ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് A0/A1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? Q is equal to CD ഇൻറ്റു A1 ബൈ CD ഇൻറ്റു A1 A0 ഇൻറ്റു റൂട്ട് 2GH ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. A1 എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ ഏരിയ ആണ്, A0 എന്ന് പറഞ്ഞാൽ ഒറിഫൈസിൻ്റെ ഏരിയ ആണ്, CD എന്ന് പറഞ്ഞത് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. ഓക്കെ, ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്, അതാണ് CD. ഇതാണ് ഒറിഫൈസിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും ഈ H എന്ന് പറഞ്ഞത് വെഞ്ചുറിമീറ്ററിന് പറഞ്ഞ പോലെ എന്താണ്? പ്രഷർ ഹെഡ് ബിറ്റ്വീൻ സെക്ഷൻ 1 and 2 വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ടേംസിലുള്ളതാണ്, അല്ലെങ്കിൽ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ടേംസിലുള്ളതാണ്. നമ്മൾ ഇനി ആ പ്രഷർ ഹെഡ് ആക്ച്വലി മെഷർ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ടാണ്. അവിടെ കിട്ടുന്നത് X, മെർക്കുറി ലെഫ്റ്റ് ലിംബ് ആൻഡ് റൈറ്റ് ലിംബ് തമ്മിലെ ആ ലെവൽ ഡിഫറൻസ്, ഇതാണ് കിട്ടുന്നത്. അതിനെന്ത് ചെയ്യണം? ഈ H-ൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിനുള്ള എക്സ്പ്രഷൻ വെഞ്ചുറിമീറ്ററിൽ പറഞ്ഞ പോലെ സെയിം ആയിട്ട് തന്നെ കിട്ടും. H is equal to X into SH by S0 minus 1. മാനോമെട്രിക് ഫ്ലൂയിഡ് ഹെവിയർ ഫ്ലൂയിഡ് ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഇനി ഇവിടത്തെയും തമ്മിലെ പ്രഷർ ഡയറക്റ്റ് പ്രഷറാണ്, കിലോ പാസ്കലിലെ വാല്യൂ ആണ് തരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് H കണ്ടുപിടിക്കണം. രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം. ഒന്നുകിൽ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ റീഡിങ്, അതാവുമ്പോൾ H കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി 1ലെയും 2ലെയും പ്രഷർ ഡയറക്റ്റ് സ്റ്റാറ്റിക് പ്രഷറാണ് തരുന്നതെങ്കിൽ H is equal to P1 minus P2 by rho g ഉപയോഗിച്ചും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നോക്കിയിട്ട് H കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇനി ലൈറ്റർ ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്കിന് ഇക്വേഷനിൽ വേരിയേഷൻ വരും. ഇത് ഡെൻസർ ഫ്ലൂയിഡിൻ്റെ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, ഇവിടെ 1ലാണ് പ്രഷർ കൂടുതൽ, അതുകൊണ്ടാണ് ലെഫ്റ്റ് ലിംബിൽ മെർക്കുറി ഡൗൺ ആയിട്ട് നിൽക്കുന്നത്, ഇവിടെ റൈസ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ പ്രഷർ കുറവാണ്, ഇവിടെ വെലോസിറ്റി കൂടുതൽ, പ്രഷർ കുറവായിരിക്കും. അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ വെഞ്ചുറിമീറ്റർ ആൻഡ് ഒറിഫൈസ് മീറ്റർ. ഫസ്റ്റത്തെ രണ്ടും കോമൺ തന്നെയാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഡിസ്ചാർജ്. വെഞ്ചുറിമീറ്ററും ഒറിഫൈസ് മീറ്ററും ഉപയോഗിക്കുന്ന ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടിനും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ്. ഏരിയ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? പ്രഷർ ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ബെർണോൾസ് ഇക്വേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. രണ്ടിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ സെയിം ആണ്. ഒന്നിൽ ത്രോട്ടിലാണ് മിനിമം പ്രഷർ, മറ്റേത് ഒറിഫൈസ് കഴിഞ്ഞാടില്ല വീന കോൺട്രാക്റ്റിൽ. തേർഡ് വൺ കൺസ്ട്രക്ഷൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കൺവേർജിങ് കോൺ, ത്രോട്ട് ആൻഡ് ഡൈവേർജിങ് കോൺ. ഒറിഫൈസ് മീറ്റർ ആണെങ്കിൽ ഒറിഫൈസ് പ്ലേറ്റ്. കൺസ്ട്രക്ഷനിൽ ഡിഫറൻസ് ഉണ്ട്, വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണെങ്കിലും. ഇനി ഫോർത്ത് പോയിൻറ്റ്, ഗ്രാജുവൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് ടേക്സ് പ്ലേസ് ഇൻ ഡൈവേർജൻറ്റ് കോൺ. ഡൈവേർജൻ്റ് ആ ത്രോട്ടിൽ നിന്ന്
പിന്നെ പൈപ്പ് ഡയമീറ്ററിലോട്ട് പോകുന്നത് ഡൈവേർജൻ കോണിൽ ഗ്രാജുവലായിട്ടാണ്. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്. പക്ഷേ ഒറിഫൈസിൻ്റെ കേസിൽ എന്താണ്, സഡൻ എക്സ്പാൻഷൻ ആണല്ലേ. പെട്ടെന്ന് ആ ഒറിഫൈസ് ഡയമീറ്ററിലോട്ട് ചുരുങ്ങി പിന്നെ പെട്ടെന്ന് പൈപ്പ് ഡയമീറ്ററിലോട്ട് പോവുകയും ചെയ്തു. സഡൻ എക്സ്പാൻഷനാണ് ഒറിഫൈസിൽ നടക്കുന്നത്. ആ സമയത്ത് ആ വെഞ്ചുറിമീറ്റർ പറഞ്ഞ സമയത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവും. സഡൻ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് എഡ്ഡീസൊക്കെ ഫോം ചെയ്യും, എനർജി ലോസ് ഉണ്ടാവും. 5th പോയിൻറ്റ്, ഫ്ലൂയിഡ് സെപ്പറേഷനിൽ വെഞ്ചുറിമീറ്ററിൽ ഫ്ലൂയിഡ് സെപ്പറേഷൻ ഇല്ല, കാരണം ഡൈവേർജൻ്റ് കോണ് ലെങ്തി ആയി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എഡ്ഡീസും ടർബുലൻസും ഒന്നും അവിടെ ഇല്ല, നോ എഡ്ഡീസ് ആൻഡ് ടർബുലൻസ്. പക്ഷേ ഒറിഫൈസിൽ സഡൻ എക്സ്പാൻഷനാണ്, അതുകൊണ്ട് ഫ്ലൂയിഡ് ഫ്ലോ സെപ്പറേഷൻ നടക്കും. അതേപോലെ എഡ്ഡീസും ടർബുലൻസും ഫോം ചെയ്യും. എഡ്ഡീസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് വോർട്ടിസസ് അവിടെ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് റൊട്ടേഷൻ. അതെന്താ, എനർജി ലോസ് ആണ് ശരിക്കും. 6th പോയിൻറ്റ്, ലോസ് ഓഫ് എഡ്ഡീസ് വെരി സ്മോൾ ഡ്യൂ ടു ഗ്രാജുവൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഹൈ പ്രഷർ റീകവറി ഈസ് അറ്റൈനബിൾ ആഫ്റ്റർ ത്രോട്ട്. അതുപോലെ ഒറിഫൈസ് മീറ്ററിൽ ലോസ് ഓഫ് എഡ്ഡീസ് ലാർജ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ, പ്രഷർ റീകവറി ഈസ് പുവർ ആഫ്റ്റർ ഒറിഫൈസ്. 7th പോയിൻറ്റ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. വെഞ്ചുറിയിലെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ ആണ്, കാരണം അവിടെ ലോസസ് കുറവാണ്. 0.95 to 0.99 കിട്ടും. ഒറിഫൈസ് മീറ്ററിലോട്ട് വരുന്ന സമയത്ത് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കുറവാണ്, കാരണം ആ സഡൻ എക്സ്പാൻഷൻ കൊണ്ട് ലാർജ് ലോസസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സി ഡിയുടെ വാല്യൂ 0.6 to 0.65 റേഞ്ച് മാത്രമേ ഉള്ളൂ. വെഞ്ചുറിമീറ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്താണ്. അല്ലെങ്കിൽ സ്പേസ് ലിമിറ്റേഷനിലെടുക്കാൻ നമുക്ക് വെഞ്ചുറിമീറ്റർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് 8ാമത്തെ പോയിന്റ് പറയുന്നത്. അതിൽ ഒറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ സ്പേസിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല, ലിമിറ്റേഷൻ അവിടെ വരുന്നില്ല, ചെറിയൊരു മെറ്റാലിക് പ്ലേറ്റ് മാത്രമാണ്. അതുകൊണ്ട് സ്പേസ് ലിമിറ്റേഷനിലെടുക്കുക ഒറിഫൈസ് മീറ്റർ ഉപയോഗിക്കുക. അതുപോലെ വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒറിഫൈസ് മീറ്ററിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിറ്റിൽ എക്സ്പെൻസീവ് ആണ്. വെരി മച്ച് എക്സ്പെൻസീവ് അല്ല, ഒറിഫൈസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതാണ് തമ്മിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഏരിയയിൽ നിന്ന് ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്, വെഞ്ചുറിമീറ്ററിൻ്റെ ഡെറിവേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് അതേപോലെ കമ്പാരിസൺ, ഇത്രയും ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ട് വെഞ്ചുറിമീറ്ററിനെയാണ് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത് ഡെറിവേഷനിൽ.